വലല്ലൽന അലൈക്കുമുൽ ഗമാമ, നിങ്ങൾക്ക് മേഘം കൊണ്ട് ഞാൻ തണലിട്ടു. ഇപ്പോഴത്തെ അർത്ഥമാണ് കേട്ടോ, നാം പഠിപ്പിക്കപ്പെട്ട നിലവിലെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. വൻസൽന അലൈക്കും, ആകാശത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നു അൽ മന്ന വസൽവ, കാടപ്പക്ഷിയും കട്ടിത്തേനും. കുലൂമിൻ തൊയ്യബാത്തി മാ റസക്കിനാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയ കാടപ്പക്ഷിയും കട്ടിത്തേനുമാവുന്ന നല്ല ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ തിന്നുക. വമാ ലലമൂന, അവർ എന്നോട് അക്രമം കാണിച്ചിട്ടില്ല. വലാക്കിൻ കാനു അംഫുസഹും യളിമൂൻ, അവരുടെ മനസ്സിനോട് അവരോട് തന്നെയാണ് അക്രമം കാണിച്ചത്. ഇതാണ് നിലവിലെ അർത്ഥം. ഇത് വിശദീകരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും നിങ്ങൾക്ക് കിട്ടും. അത് വേണ്ടവർക്ക് അത് വായിക്കാം. ഇനി ആകാശത്തുനിന്ന് കട്ടിത്തേനും കാടപ്പക്ഷിയും ഇറങ്ങുന്നതും നോക്കി കാത്തിരിക്കാം വേണ്ടവർക്ക്. അങ്ങനെ ഒരു സംഭവം ഭൂതകാലത്ത് എന്നോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയി എന്ന് ഒരു സമാധാനം അടയുകയും ചെയ്യാം. അല്ലാതെ ഇന്ന് ആ രൂപത്തിൽ വായിച്ചാൽ ഈ ആയത്ത് കാര്യമായി നമ്മുടെ ജീവിതത്തിൽ മാർഗനിർദ്ദേശങ്ങളൊന്നും നമുക്ക് വഴികാട്ടിയൊന്നും തരുന്നില്ല, വഴികാട്ടിയാവുന്നില്ല ഈ ആയത്ത്. ഇനി ഇതിന്റെ വൈജ്ഞാനികമായ അല്ലെങ്കിൽ ആശയപരമായ വായന എന്താണെന്ന് നോക്കാം. വലല്ലൽന അലൈക്കുമുൽ ഗമാമ, ഗമാമ് എന്ന് പറഞ്ഞാൽ മേഘം എന്ന അർത്ഥമല്ല, ദുഃഖമാണ്, മനസ്സിന്റെ ദുഃഖമാണ്. വമാമ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിനെയാണ് വമാമ് എന്ന് പറയുന്നത്. വനജ്ജൈനാക്ക മിനൽ ഗമ്മി വഫത്തന്നാക്ക ഫുതൂന എന്ന് ഖുർആൻ പറയുന്നു. വനജ്ജൈനാക്ക മിനൽ ഗമ്മി, നിന്നെ ഞാൻ നിന്റെ ഗമ്മിൽ നിന്ന് രക്ഷപ്പെടുത്തി. മദ്ദ മിദാദ് എന്ന് പറയും, സദ്ദ സിദാദ് എന്ന പോലെ തന്നെ ഗമാമ് എന്ന് പറയും. ദുഃഖം എന്നാണ്, കാർമേഘം എന്നല്ല. നമ്മുടെ മനസ്സിന് ദുഃഖങ്ങളുണ്ടാവും. മനസ്സിന്റെ ദുഃഖങ്ങളിൽ നിന്നാണ്, ദുഃഖങ്ങൾക്കാണ് അള്ളാഹു തണലിട്ട് തരുന്നത്. വൽഗമ്മു ഹാലത്തു അദ്മി ഇസ്തിഖ്റാറി നഫ്സിൻ, ഒരു മനസ്സ് ഇസ്തിഖ്റാർ അല്ലാത്ത അവസ്ഥ, അതിനാണ് ഗമ്മ് എന്ന് പറയുന്നത്, ഗമാമ് എന്ന് പറയുന്നത്. മനസ്സൊരു ഇസ്തിഖ്റാർ അല്ല, ഒരു ശാന്തമായ ഒരു ഇസ്തിഖ്റാറിന്റെ ഹാലിലല്ല മനസ്സ്, അതാണ് ഗമ്മ് എന്ന് പറയാം. അതുമു ഹാലു അതുമി ഇസ്തിഖ്റാറി നഫ്സിയിൻ, അതിന്റെ നെതീജത്ത് എന്തായിരിക്കും, അതിന്റെ ഫലം എന്തായിരിക്കും, അവന് യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതാണ് ഒന്ന്. തണല് എന്ന് പറയുമ്പോൾ ഏതൊരു വസ്തുവിന്റെയും വിപരീത സംഗതിയാണ് അത് കാണിച്ചു തരിക, അല്ലെ? തണൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒരു നിഴലിട്ടാൽ നമ്മുടെ ആ ഏതൊരു വസ്തുവാകട്ടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് അത് കാണിച്ചു തരിക. എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇവർക്ക് യാഥാർത്ഥ്യങ്ങളെ, ഞാൻ പറഞ്ഞ മനസ്സിനോടാണ് ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഖുർആനിന്റെ അഭിസംബോധന. അപ്പൊ മനസ്സ് ഒരു അസ്വസ്ഥമായ ഇസ്തിഖ്റാർ അല്ലാത്ത അവസ്ഥ വന്നപ്പോൾ അതിനെ മാറ്റുന്നതിന് വേണ്ടി, അതിന്റെ നേരെ വിപരീത ദിശയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, എന്ന് പറഞ്ഞാൽ സമാധാനത്തിലേക്ക് ആ മനസ്സിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തണലിട്ട് തന്നു. അതാണ് വലല്ലൽന അലൈക്കുമുൽ ഗമാമ. നമുക്ക് അത്തരം അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് അസ്വസ്ഥമായ മനസ്സായിരിക്കും, പക്ഷേ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാനാവുമ്പോൾ നമുക്ക് ശാന്തമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വരും. അതാണ് വലല്ലൽന അലൈക്കുമുൽ ഗമാമ.